അതെ, ഇതാണ് കേട്ടോ നമ്മുടെ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ റെസിപ്പി. ഇത് വൈറലായിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മാത്സ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ ഇവിടെ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ. അപ്പോൾ അത് ഒരു 10-20 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ നമ്മളിത് എടുത്തിട്ടുള്ളത് ചില്ലി ഫ്ലേക്സും കുറച്ച് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ നമ്മുടെ ചിക്കൻ അനുസരിച്ച് ആവശ്യത്തിന് എടുക്കണം. പിന്നെ നമ്മളിത് ഇവിടെ കുറച്ച് ചിക്കൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് മാക്സിമം ബോൺലെസ് പീസൊക്കെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം നമുക്കിതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ തേങ്ങയൊന്ന് ചുട്ടെടുക്കണം. അപ്പം നമ്മുടെ ഇവിടെ ഗ്യാസ് അടുപ്പേ ഉള്ളൂ. അപ്പം ഞാനൊരു ഫോർക്കിൽ ഈ തേങ്ങ ഇങ്ങനെ കുത്തിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ വിറകടുപ്പൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം നടക്കും. അതിൻ്റെ സൈഡിൽ തന്നെ വെച്ചാൽ മതി. തേങ്ങയൊക്കെ പെട്ടെന്ന് ചുട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഒരുവിധം നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കുവാണേ. അപ്പോൾ ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുള്ളിയൊക്കെ ഇട്ട് പതുക്കെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ചതച്ചെടുക്കാനുള്ള ഇതൊന്നും ഇല്ലെങ്കിൽ അമ്മിക്കല്ലുള്ളവർക്ക് അതിൽ ചതച്ചെടുക്കാം. അല്ലെങ്കിൽ മിക്സി ഉള്ളവർക്ക് നമ്മുടെ റൈറ്റ് സൈഡിന് പകരം ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് ഇടവിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ആദ്യം തന്നെ ഒന്ന് ചതച്ചെടുത്ത് വരാം. അവിടുത്തെ നമ്മൾ ലാസ്റ്റ് തേങ്ങ ചതയ്ക്കാൻ പോവുകയാണേ. അപ്പോൾ അത് കുഞ്ഞു പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഒന്ന് ചതച്ചെടുക്കുവാണ് കേട്ടോ. ഈ ചതയ്ക്കൽ പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൽ കുറച്ച് ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ്. അപ്പോൾ അത് നമ്മൾ തേങ്ങയും ഒരുവിധം ചതച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും ചതച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ കുക്കിംഗ് പരിപാടിയിലോട്ട് പോയാലോ. ഒരു പാനൊക്കെ ചൂടാക്കി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഓരോന്നായിട്ട് തട്ടി കൊടുക്കാം. അപ്പോൾ നമ്മളിതാ വെളുത്തുള്ളിയും പച്ചമുളകും കുഞ്ഞുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടുണ്ടല്ലോ ഇത് നല്ലോണം ഒന്ന് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ അതിനുശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു കുറച്ച് ഇളക്കുന്ന പരിപാടിയുണ്ട്, ചതയ്ക്കുന്ന പരിപാടിയുണ്ട്. ബാക്കിയൊക്കെ എളുപ്പമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് ഇതെല്ലാം ഒന്ന് നല്ലോണം ഇളക്കണം. നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഉണ്ടല്ലോ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇതിലേക്കൊന്ന് തട്ടിക്കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് കുറച്ച് നേരത്തേക്കൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ തേങ്ങയും എല്ലാം ഒന്ന് അത്യാവശ്യം ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും നമ്മുടെ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കനും നമ്മുടെ ഈ തേങ്ങയും മിക്സും എല്ലാം കൂടെ ഒന്ന് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല ചിക്കനിലെല്ലാം നല്ലോണം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്കുണ്ടല്ലോ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട. ഈ തേങ്ങയിൽ നിന്നും ചിക്കനിൽ നിന്നൊക്കെ ഉള്ള വെള്ളം തന്നെ ഉള്ളതുകൊണ്ട് ഇത് അത്യാവശ്യം ഗ്രേവി ആയിക്കോളും. അപ്പോൾ അത് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ആവശ്യത്തിന് വെള്ളമുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പൊക്കെ വേണേൽ നമുക്ക് ഈ സമയത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഞാനിതിലേക്ക് കുറച്ച് നമ്മുടെ മല്ലിയില ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിക്കണം. ഇതൊരു ഡ്രൈ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മളിതാ കുറച്ച് നേരം ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇതാ തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല കറക്റ്റ് വെന്ത് ഇത് നല്ലൊരു അടിപൊളിയായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഉണ്ടല്ലോ ഇത് ഒരിക്കലെങ്കിലും നമ്മൾ ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്കും ഭയങ്കരമായിട്ടൊരു ടേസ്റ്റാണ്. ഓവറായിട്ട് മസാലകളോ ഒന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചി തന്നെയാണ് കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ ലാലേട്ടൻ നമുക്ക് പറഞ്ഞു തന്ന നല്ല സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ഇത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടേ.
എന്നാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂടെ നോക്കിയാലോ. ഞാനിവിടെ റാഗിയും ഗോതമ്പും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ദോശ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്യുവാണ്. കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ നമ്മുടെ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഹൈപ്പ് കൂടെ ചെയ്യണം. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്